everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 5ൻ്റെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. 3 എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ കൊച്ചിൻ്റെ ഒരു കോടി കഥ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, അതുപോലെയുള്ള ഒരു കൊച്ച് എങ്ങനെയാണ് കുഞ്ഞു വാവ മീൻസ് അത്ര കൊച്ചല്ല, ഒരു 5-6 വയസ്സുള്ള ഒരു കുട്ടി. ഇതാണ് 5-6 വയസ്സുള്ള കൊച്ച്. ഓക്കെ, അപ്പോഴത്തേക്കിനും ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് ചന്ദ്രനെ നോക്കി കാണുന്നത്, ചന്ദ്രനെ കാണുമ്പോൾ അതിനെന്തെല്ലാമാണ് ഓർമ്മ വരുന്നത്, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 63 എടുക്കുക. അതിലാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ കഴിയും. നിലാ വെളിച്ചത്തിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ട്. ഇത് കൊച്ചുകുട്ടിയാണോ അതോ വലിയ കുട്ടിയാണോ എനിക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ട്. ചുറ്റിനും മരങ്ങളും ഒരുപാട് നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് തോന്നുന്നു. പകൽ വെളിച്ചത്തിൽ രസമായിരിക്കും. സോ ആ ഒരു കുന്നിൻ ചെരിവിലായിട്ട് ആ കുട്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി എങ്ങോട്ടാണ് നോക്കുന്നത്, ഒരു പൂർണ്ണ ചന്ദ്രൻ അവിടെ ഉണ്ട്. ആ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നിട്ടുണ്ട് ഹിയർസ് എ പോയം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പോമിന് എത്രത്തോളം മനോഹരമാണ് പ്രകൃതി എന്നും എത്രത്തോളം വളരെ എന്താ പറയുക സൗന്ദര്യമേറിയതാണ്, വളരെ സുരക്ഷിതമാണ് പ്രകൃതി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു, നമ്മളോട് എത്ര സൗഹൃദമാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൊച്ചു കവിതയാണ് എന്ന് പറയുന്നത് ഈ ഒരു ദ മൂൺ എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. So the moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the trees. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ചന്ദ്രൻ എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ള ചന്ദ്രനല്ലേ. ഓക്കെ, അപ്പം മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ, ഇത് പെർഫെക്റ്റ് റൗണ്ട് ഒന്നും ആയിട്ടില്ല, ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. ഇവിടെ എന്താ ഒരു ജോയിന്റ് ആവാത്തെ? ഓക്കെ, റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ് തന്നെയല്ലേ. ക്ലോക്കിന് പക്ഷേ 3 സൂചി ഉണ്ടെന്നേ ഉള്ളു. പക്ഷേ ഈ മൂന്നിന് അങ്ങനെ ഉണ്ടോ? മൂന്നിന് കുറെ കുത്തും കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട്. ഓക്കെ, കുണ്ടും കുഴിയും ഒക്കെ ഉള്ളൊരു ഗ്രഹമാണ്, ഗ്രഹമല്ല ഒരു സാറ്റലൈറ്റ് ആണ് മൂന്നെന്ന് പറയുന്നത്. ഞങ്ങൾ സയൻസിൽ പഠിച്ചത്. എനിക്ക് സോഷ്യലി പഠിക്കാനുണ്ടായിരുന്നു, ഞാൻ മാർക്ക് കളിക്കാൻ പോയേനെ. ഓക്കെ, അപ്പോൾ ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ വാൾ. ഓക്കെ, ഇൻ ദ വാൾ അല്ല, സോറി, ഹാൾ. അതായത് ഹാളിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്ക് പോലെയാണ് മൂണ്. അതായത് ചില ക്ലോക്കുകളുടെ തുമ്പത്തൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കാണും ചുറ്റിനുമൊക്കെ. അപ്പം ഈ കുട്ടി ആ ക്ലോക്കാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തായിരുന്നാലും വാളിന് തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്ക് പോലെയാണ് മൂൺ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ടാണ്. ഇനി ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ മൂണിൻ്റെ ലൈറ്റ് എവിടേക്കാണ് എന്താ പറയുക പതിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മൂൺ അത് പറഞ്ഞു, പക്ഷേ കുറേ നേരം കൊണ്ട് ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് എ ക്ലോക്ക് ഇൻ ദ വാൾ, ആ ഹാൾ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. അതായത് ഈ പൂന്തോട്ടത്തിലെ മതിലിലൊക്കെ ഇങ്ങനെ ചില കളമരങ്ങൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം അവരുടെ നേരെ എന്ത് ചെയ്യും, ഈ മൂൺ ലൈറ്റ് അടിക്കും. അതുപോലെ തന്നെ ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലുകളൊക്കെ വന്നിടുന്ന തുറമുഖം ഉണ്ടല്ലോ, വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പഠിച്ചനെ. ഓക്കെ, അതിൻ്റെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്, പോയി അനുഭവിക്കണം. ഓക്കെ, അപ്പോഴത്തേക്കിനും എന്താണ് ഒരു വിഴിഞ്ഞം ഓക്കെ, എന്താണ് ആ ഒരു തുറമുഖങ്ങളിലേക്ക് എന്ത് ചെയ്യും, മൂന്നിൻ്റെ ലൈറ്റ് അടിക്കും.
and birdies asleep in the forks of the trees. എന്താണ് പക്ഷി കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരച്ചില്ലകളിൽ ഒരു വൈ ഷേപ്പ് പോലെ ഇതുപോലെ മരച്ചില്ലകളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കൂട് പോലെ കൂട്ടി വയ്ക്കും. ഞാൻ മാർക്ക് എടുത്തിട്ട് വരാമേ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇങ്ങനെ കൂട് കൂട്ടി വയ്ക്കും. ഇതാ കണ്ടോ, ഇതുപോലെ കൂട് കൂട്ടി വയ്ക്കും. അതായത് ഒരു മരം, ഇത് തന്നെ ഒരു മരം ഇങ്ങനെ വളരും, ഒരു വൈ ഷേപ്പിൽ വളരും. അത് തന്നെ എനിക്ക് എങ്ങനെ പറഞ്ഞുതരാം. അങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന പക്ഷി കുഞ്ഞുങ്ങൾ, ബേർഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ താറാക്കുട്ടിയായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ കളിയുന്ന താറാക്കുട്ടി ഉണ്ടല്ലോ. The squalling cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. ഓക്കെ, ഇനി നിലാവെളിച്ചത്തിൽ പുറത്തിറങ്ങുന്ന ജീവികളുടെ പേരാണ് നമ്മൾ നോക്കാൻ പോണത്. സ്ക്വാലിംഗ് കാറ്റ് ആൻഡ് എ സ്ക്വീക്കിംഗ് മൗസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ വിളിച്ചുകൊണ്ട് മ്യാവ് മ്യാവ്, നമ്മളെ ബ്രൗണിനെ പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് മ്യാവ് 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ച. അതുപോലെ തന്നെ സ്ക്വീക്കിംഗ് മൗസ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന എലി ഉണ്ടല്ലേ പറഞ്ഞു. അപ്പം ആ എലി. അതുപോലെ തന്നെ the howling dog by the door of the house, നമ്മളുടെ ഗോഡ് ഡോഗ് ഇല്ലേ, ഇങ്ങനെ കാവൽപ്പട്ടി, അത് തന്നെ കാവൽപ്പട്ടി, ഓളിയിടുന്ന കാവൽപ്പട്ടി. the bat that lies in the bed at noon, ഉച്ച സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന എന്താണ് ബാറ്റുകള്. all love to be out by the light of the moon, എല്ലാ മൃഗങ്ങൾ, ഈ പറഞ്ഞ എല്ലാ മൃഗങ്ങൾക്കും നിലാവെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ വളരെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഈ ഉച്ച സമയങ്ങളിൽ കിടന്നുറങ്ങിയിട്ട് രാത്രിയാണ് ഈ ബാറ്റുകൾ പുറത്തിറങ്ങുന്നത് കേട്ടോ. But all of things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, എന്താണ് ഇവിടെ പകലുമായിട്ട് അടുപ്പമുള്ള എല്ലാ മൃഗങ്ങൾക്കും എന്താണ് രാത്രിയിൽ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ പുറത്തിറങ്ങി ഇങ്ങനെ മുന്നിച്ചിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് പകല് കിടന്നുറങ്ങുന്ന പരിപാടി അല്ല, രാത്രി കിടന്നുറങ്ങുന്ന പരിപാടി അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. പക്ഷെ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കണേ ഞാൻ പോയി കിടന്നുറങ്ങും കേട്ടോ. പക്ഷെ ഉറങ്ങാൻ കിടന്നാൽ ഞാൻ പിന്നെ എണീക്കൂലേ, അത് വേറെ കാര്യം. രാവിലെ 8 മണിക്ക് വാങ്ങണമെങ്കിൽ 7:30 എണീക്കും, 7:50 ഒഴുകി തീരും, 7:10 പോവും. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോളാം. നമുക്ക് വിഷയത്തിൽ നിന്നും ചെറുതായിട്ട് തന്നെ മാറിപ്പോയി. ഓക്കെ, ഇതാ നോക്കാം ഇവിടെ cuddle to sleep to be out of her way, അതായത് എന്താണ് ഇങ്ങനെ ആ ഒരു നിലാവെളിച്ചത്തിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ മൂടിപ്പൊതിച്ച് കണ്ണൊക്കെ മുറുകെ അടച്ച് കിടന്നുറങ്ങാൻ ഇഷ്ടമുള്ള ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. And flowers and children close their eyes till up in the morning the sun shall arise. കുട്ടികളും പുഷ്പങ്ങളും മരങ്ങളും ഒക്കെ, പുഷ്പങ്ങളും പൂക്കളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ എന്താണ് നിലാവെളിച്ചത്തിൽ മരങ്ങൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വരുമായിരിക്കും. ഓക്കെ, മരങ്ങളും ഒക്കെ എന്താണ് നിലാവെളിച്ചത്തിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അതായത് ഇങ്ങനെ നിലാവർഷം എന്തുവായിരുന്നു, അതായത് രാത്രിയാകുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ മുറുകി അടച്ചിങ്ങനെ കിടന്നുറങ്ങും. ഓക്കെ, അത് സൂര്യൻ നെറുകന്തലയിൽ ഉച്ചിയിലുണ്ടല്ലോ ഇങ്ങനെ വന്ന് കുത്തുന്നത് വരെ കിടന്നുറങ്ങും എന്നെ പോലെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.